വിശ്വസിച്ചിരുന്നില്ല പ്രേതങ്ങളോ യക്ഷികളോ എന്നെ ഭയപ്പെടുത്തുമെന്ന്. പക്ഷെ ആ രാത്രി അത് എൻ്റെ യാഥാർത്ഥ്യത്തെ തന്നെ മാറ്റി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യം അതാണ് ഞാൻ ഇന്ന് ഇവിടെ വെളിപ്പെടുത്താൻ പോകുന്നത്. എൻ്റെ പേര് വിസ്മയ. ഞാനിപ്പോൾ കോളേജിൽ പഠിക്കുകയാണ്. ഡിഗ്രി 3rd ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഞാനീ പറയാൻ പോകുന്നത് 2 വർഷം മുൻപ് എനിക്ക് നടന്ന ഒരു സംഭവം. അതായത് 2022. ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വീട് മാറേണ്ടി വരാറുണ്ട്. അങ്ങനെ ഇരിക്കെ ഞാൻ +2 പഠിക്കുന്ന സമയം 2022 ഫെബ്രുവരി മാസം ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് താമസം മാറി. 2 നില വീടാണ്. ഞങ്ങൾ താഴത്തെ നിലയിലാണ് താമസിക്കുന്നത്. മുകളിലത്തെ ആൾക്കാരും പുതുതായി അവിടെ താമസം മാറി വന്നവരാണ്. ഒരച്ഛനും അമ്മയും 2 പെൺമക്കളുമാണ് മുകളിൽ ഉണ്ടായിരുന്നവർ. ഞാനും അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അവിടേക്ക് താമസം മാറിയ ആദ്യ ദിവസം തന്നെ അടുത്തുള്ള ഒരു കടയ്ക്ക് തീ പിടിച്ചു. അതൊരു അശുഭ ലക്ഷണമായാണ് ആദ്യം തോന്നിയത്. അവിടേക്ക് താമസം മാറിയ ആദ്യ ദിവസങ്ങളിൽ എനിക്ക് വാതിലിൻ്റെ അടുത്തായി പെട്ടെന്ന് അമ്മയോ അച്ഛനോ വന്ന് നിൽക്കുന്നതായി തോന്നും. പക്ഷെ പെട്ടെന്ന് നോക്കിയാൽ അവിടെ ആരും തന്നെ ഉണ്ടാകില്ല. പണ്ട് മുതലേ പ്രേതത്തിനോട് ഒരു ഇഷ്ടമുള്ള ടൈപ്പാണ് ഞാൻ. ഇത്തരം കാര്യങ്ങളോടൊക്കെ വളരെ ഇൻട്രസ്റ്റുമുണ്ട്. അതുകൊണ്ടാണോ എന്നറിയില്ല, ഒരു സ്ഥലത്ത് പോയാൽ അവിടെയുള്ള നെഗറ്റീവ് എനർജി എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യാറുണ്ട്. ആ വീടിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലം, അവിടെ ഒരു പുതിയ വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. അവിടെ വല്ലാത്ത നെഗറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. രാത്രി എന്നും ഒരു 3നും 4നും ഇടയിൽ പട്ടികൾ ഭയങ്കരമായി നിലവിളിക്കും. എൻ്റെ റൂമിൻ്റെ ജനാല തുറന്നാൽ ആ സ്ഥലം വ്യക്തമായി കാണാം. മിക്ക ദിവസങ്ങളിലും ഏകദേശം 3നും 4നും ഇടയ്ക്ക് പട്ടികളുടെ ശബ്ദം കേട്ട് ഞാൻ ഞെട്ടി ഉണരുമായിരുന്നു. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് ആരോ പിന്നിലൂടെ പാസ് ചെയ്തു പോകുന്നത് പോലെ തോന്നും. തിരിഞ്ഞു നോക്കിയാൽ ആരും തന്നെ ഉണ്ടാകില്ല. ഞാൻ ഒറ്റ മോളായതുകൊണ്ട് മിക്ക സമയങ്ങളിലും ആ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും. പക്ഷെ എനിക്ക് ഒട്ടും പേടി തോന്നിയിട്ടില്ല. ഇവയോടെല്ലാം എനിക്ക് ഒരുതരം ഇൻട്രസ്റ്റ് ആണ് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ എൻ്റെ +2 പരീക്ഷ കഴിഞ്ഞു. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരു സമയം, രാത്രി 10-10:30 ആയിട്ടുണ്ടാകും. ഞാൻ ഹാളിലിരുന്ന് TV-യിൽ ബിഗ് ബോസ് കാണുകയായിരുന്നു. ബിഗ് ബോസ് സീസൺ 4. വീട്ടിൽ അന്ന് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ മുറിയിൽ കിടന്ന് ഫോണിൽ സീരിയലോ മറ്റെന്തോ കാണുകയായിരുന്നു. ഹാളിൽ നിന്ന് നോക്കിയാൽ അമ്മയുടെ മുറി കാണാം. അമ്മ അവിടെ കിടക്കുന്നത് എനിക്ക് വ്യക്തമായി കാണാം. ഹാളിലെ ലൈറ്റും ഓഫായിരുന്നു. TV-യിൽ നിന്നും വരുന്ന വെളിച്ചം മാത്രമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് അമ്മയുടെ മുറിയിൽ നിന്നും ഒരു രൂപം എൻ്റെ മുറിയിലേക്ക് പതിയെ പാസ് ചെയ്തു പോയി. ഒരു കറുത്ത നിറത്തിലുള്ള പുക പോലെ എന്തോ ഒന്ന്. പക്ഷെ അന്ന് ഞാൻ പേടിച്ചില്ല. കാരണം ആത്മാക്കൾ ഉണ്ടെങ്കിൽ നമ്മൾ പേടിച്ചാൽ അത് നമ്മുടെ ദേഹത്തേക്ക് കയറും എന്നൊക്കെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. മാത്രമല്ല എനിക്കും ഇതിനോടൊക്കെ ഒരു താല്പര്യമുണ്ടല്ലോ. പക്ഷെ ഭയമില്ല. ചെറുപ്പം മുതലേ ഒറ്റയ്ക്കിരുന്ന് ശീലമുള്ളത് കൊണ്ട് അത്യാവശ്യം ധൈര്യമുള്ള കൂട്ടത്തിലാണ് ഞാൻ. അങ്ങനെ പലപ്പോഴും ഓരോ രൂപങ്ങൾ പെട്ടെന്ന് പാസ് ചെയ്ത് പോകുന്നത് പോലെ എനിക്ക് തോന്നും. അങ്ങനെ ഇരിക്കെ 2022 ഓഗസ്റ്റിൽ എൻ്റെ അമ്മൂമ്മ മരിച്ചു. അമ്മൂമ്മ മരിക്കുന്നതിന് 1 മാസം മുൻപ് അമ്മൂമ്മ വീട്ടിൽ വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഒരു ദിവസം ഉച്ചയ്ക്ക് ഉറങ്ങി അങ്ങനെ പാതി ഉണർന്നിരിക്കുന്ന സമയത്ത് അമ്മൂമ്മ റൂമിൻ്റെ വാതിലിനടുത്തായി ഒരു പെൺകുട്ടിയെ കണ്ടു. തലയിൽ തട്ടമിട്ട് കല്യാണ വേഷത്തിൽ ഒരു പെൺകുട്ടി, കയ്യിൽ നിറയെ വള, മൈലാഞ്ചി. അമ്മൂമ്മ ഇത് എന്നോടും അമ്മയോടും മാത്രമേ പറഞ്ഞുള്ളൂ. അമ്മൂമ്മ മരിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും തറവാട്ട് വീട്ടിലേക്ക് പോയി. 16 ദിവസം എല്ലാവരും അവിടെ നിൽക്കണം. അതാണ് ചടങ്ങ്, ആചാരം എന്നൊക്കെ പറയും. ആ സമയത്താണ് ഓഗസ്റ്റ് മാസം 2-ന് പല സ്ഥലങ്ങളിലും വെള്ളം കയറിയിരുന്നു. പ്രത്യേകിച്ചും താഴ്ന്ന പ്രദേശത്ത്. ഓഗസ്റ്റ് 1-ാം തീയതിയാണ് അമ്മൂമ്മ മരിച്ചത്. അന്ന് വൈകുന്നേരം ഭയങ്കര മഴയായിരുന്നു. എൻ്റെ അച്ഛൻ്റെ വീടാണെങ്കിൽ പെട്ടെന്ന് വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ അമ്മയും ചെറിയച്ഛനും അങ്ങനെ കുറച്ചു പേർ ഞങ്ങളുടെ വീട്ടിൽ കുറച്ചു ദിവസം താമസിക്കാനായി വന്നു. ഞങ്ങൾ പക്ഷെ തറവാട്ടിലായിരുന്നു. ആ സമയത്ത് ഒരു ദിവസം അവരവിടെ നിന്നു. പിറ്റേ ദിവസം വെള്ളം ഇറങ്ങിയപ്പോൾ അവർ തിരികെ വീട്ടിലേക്ക് പോയി. അമ്മൂമ്മ മരിച്ച് 16 കഴിഞ്ഞപ്പോൾ ഞങ്ങളും തിരിച്ചു വീട്ടിലേക്ക് വന്നു. അപ്പോൾ മുകളിൽ താമസിക്കുന്നവർ ഞങ്ങളോടൊരു കാര്യം പറഞ്ഞു. ഞങ്ങൾ ഇല്ലാത്ത ദിവസങ്ങളിൽ, അതായത് അച്ചമ്മ ഇവിടെ താമസിക്കാൻ വന്ന ദിവസമല്ല, അതൊക്കെ കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ വീടിനുള്ളിൽ നിന്നും
പാത്രങ്ങൾ വീഴുന്നത് പോലെയും സോഫ നീക്കുന്നത് പോലെയും ഒക്കെ ശബ്ദം കേൾക്കാറുണ്ടായിരുന്നു എന്ന്. പക്ഷേ വീട്ടിൽ ആരുമില്ലായിരുന്നു. ജനലൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. പൂച്ചാവാനും സാധ്യതയില്ല. അതുപോലെ പിന്നീട് ഞങ്ങൾ അച്ഛൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അച്ഛൻ ഒരു കാര്യം പറഞ്ഞു: നിങ്ങൾ ആ വീട്ടിൽ നിന്നും മാറണം, ആ വീട് ശരിയല്ല. അന്ന് ഞങ്ങൾ അവിടെ താമസിക്കാൻ വന്നപ്പോൾ, അതായത് ആ വെള്ളം കയറിയ സമയത്ത് താമസിക്കാൻ വന്നപ്പോൾ, ആ രാത്രി അച്ഛമ്മ ഒരു പെൺകുട്ടിയെ ആ വീട്ടിൽ കണ്ടു. എൻ്റെ അമ്മൂമ്മ കണ്ടതുപോലെ തന്നെ. കല്യാണ പെണ്ണ്, കയ്യിൽ നിറച്ചു വള, തലയിൽ തട്ടം. അന്ന് ശരിക്കും അച്ഛമ്മ ഞെട്ടിപ്പോയി. ഇനി മറ്റൊരു സംഭവം കൂടെ പറയാം. മുകളിൽ ഒരു കുടുംബം താമസിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ. അമ്മയും അച്ഛനും 2 പെൺകുട്ടികളും 4ലും 6ലും പഠിക്കുന്ന കുട്ടികളാണ്. അവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നോട് സംസാരിക്കും. ഞാൻ അവരോടൊപ്പം കളിക്കുകയും ചെയ്യുമായിരുന്നു. അതിലെ മൂത്ത പെൺകുട്ടി, അവൾക്ക് 12 വയസ്സ്, എന്നോട് ഒരു ദിവസം പറഞ്ഞു, അവൾ ഒരു ദിവസം പെട്ടെന്ന് ഒരു കറുത്ത രൂപം പാസ് ചെയ്ത് പോകുന്നതായി കണ്ടുവെന്ന്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ പെൺകുട്ടിക്ക് ബാധ കയറി എന്നൊക്കെ പറഞ്ഞ് അവളുടെ അച്ഛനും അമ്മയും അവളെ ഉസ്താദിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അവൾ വേറെ ഒരാളെ പോലെ പെരുമാറുന്നുവെന്നും അച്ഛനെയും അമ്മയെയും ചീത്ത വിളിക്കുന്നുവെന്നും ഇങ്ങനെ പല രീതിയിൽ വിചിത്രമായി അവൾ പെരുമാറിയിരുന്നു. അങ്ങനെ അവളെ ഉസ്താദിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അവർക്ക് പലപ്പോഴും ആ വീട് ശരിയല്ല എന്ന് തോന്നിയിരുന്നു. അവർ ഇതിനകം തന്നെ വീട് മാറാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ഇതുകൂടെ ആയപ്പോൾ അവർ അന്നത്തെ ദിവസം രാത്രി തന്നെ പുതിയ വീട്ടിലേക്ക് താമസം മാറി. അവർ പോയി ഒരു 2 മാസം കഴിഞ്ഞാണ് ഞങ്ങൾ ആ വീട് മാറുന്നത്. പക്ഷേ ആ 2 മാസം ഞങ്ങളുടെ വീടിന് മുകളിലാണെങ്കിൽ ആരുമില്ല. പക്ഷേ മുകളിൽ ആരോ ഗോലി താഴെയിട്ട് എറിഞ്ഞ് കളിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു ശബ്ദം, അത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അവർ താമസം മാറി പോകുന്നതിന് മുൻപും ഈ ശബ്ദം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ടായിരുന്നു. പക്ഷേ അവിടെയുള്ള കുട്ടികൾ കളിക്കുന്നതായിരിക്കും എന്നാണ് ഞാൻ ആദ്യം കരുതിയത്. അതുപോലെ ഒരു ദിവസം ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മ ജോലി കഴിഞ്ഞു വന്നു. കോളിംഗ് ബെൽ അടിച്ചു. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് സാധാരണ ജനാലയിലൂടെ ആരാണെന്ന് നോക്കിയിട്ട് മാത്രമേ വാതിൽ തുറക്കൂ. അന്നും ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. ഗ്ലാസ് വിൻഡോ ആണ്. പുറത്ത് അമ്മ നിൽക്കുന്നുണ്ട്. അമ്മയുടെ തൊട്ടടുത്ത് മറ്റൊരു തലയും ഞാൻ കണ്ടു. ഞാൻ വിചാരിച്ചത് മറ്റാരെങ്കിലും, ബന്ധുക്കളാരെങ്കിലും അമ്മയുടെ കൂടെ വന്നിട്ടുണ്ടാകുമെന്ന്. പക്ഷെ വാതിൽ തുറന്നപ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ. വേറെ ആരും കൂടെ ഇല്ല. ഒരു പക്ഷേ എനിക്ക് തോന്നിയതായിരിക്കും എന്ന് കരുതി. എന്നാൽ ഞാൻ വ്യക്തമായി കണ്ടതാണ്. അന്ന് രാത്രി തന്നെ വേറെയും ഒരു സംഭവം ഉണ്ടായി. ഞാൻ മുറിയിൽ കിടന്ന് ഫോൺ നോക്കുകയായിരുന്നു. അപ്പോൾ അമ്മ അടുക്കളയിൽ നിന്നും എന്നെ വിളിച്ചു. എനിക്കത് വ്യക്തമായി കേട്ടു. കൂടാതെ കറിയൊക്കെ തിളയ്ക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു ശബ്ദവും പാത്രങ്ങളുടെ ശബ്ദവും ഒക്കെ ഞാൻ കേട്ടു. പക്ഷേ ഞാൻ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. പ്രത്യേകിച്ച് അടുപ്പിലും ഒന്നുമില്ല. അമ്മ പുറത്തിരിക്കുകയായിരുന്നു. അവിടെ താമസിക്കുന്ന സമയത്ത് എൻ്റെ കഴുത്തിൽ ആരോ പിടിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കഴുത്തിൽ ഒരു മാല ഇട്ടിട്ടുണ്ടെന്ന് കരുതുക. അത് ആരെങ്കിലും പുറകിൽ നിന്ന് പിടിച്ച് വലിക്കുന്നത് പോലെ ഒരു അനുഭവം, അതെങ്ങനെ ഉണ്ടാകും? അതുപോലൊരു അനുഭവം. പക്ഷേ ഞാൻ പലപ്പോഴും ആ വീട്ടിൽ തനിച്ചായതുകൊണ്ടും പേടിച്ചാൽ ശരിയാകില്ല എന്നറിയാവുന്നത് കൊണ്ടും പരമാവധി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഞാൻ കാര്യമാക്കാറില്ല, അധികം ശ്രദ്ധ കൊടുക്കാറുമില്ല. അങ്ങനെ ഞങ്ങൾ ആ വീട്ടിലെ താമസം മാറി. പക്ഷേ ഞെട്ടിപ്പിക്കുന്ന കാര്യം പിന്നീടാണ് അറിഞ്ഞത്. ഞങ്ങൾ മാറിയതിനു ശേഷം വീണ്ടും ഒരു കൂട്ടർ ആ വീട്ടിലേക്ക് താമസിക്കാൻ പോയി. പക്ഷെ അവർക്കും അവിടെ എന്തൊക്കെയോ ഉണ്ട്. ആത്മാക്കളുടെ ശല്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കുറച്ച് മാസത്തിനുള്ളിൽ തന്നെ അവിടെ നിന്നും താമസം മാറി. അതുപോലെ വേറൊരു കൂട്ടർ വന്നു. അവിടെയുള്ള കുട്ടികൾക്കും ബാധ കയറിയതുപോലുള്ള പല പ്രശ്നങ്ങളുണ്ടായി. അവരും വീട് മാറി. അത്ഭുതം എന്തെന്ന് വെച്ചാൽ ബാക്കി എല്ലാവരെയും കാൾ ആ വീട്ടിൽ 1 വർഷത്തോളം ഒറ്റയ്ക്ക് കൂടുതൽ സമയം ഇരുന്നിട്ടുള്ളത് ഞാൻ മാത്രമാണ്. പക്ഷെ എന്നിട്ട് പോലും ഇതുപോലെ ഒരു ചെറിയ നെഗറ്റീവ് ഫീൽ ഒഴിച്ച് വേറെ യാതൊരു ശല്യവും എനിക്കുണ്ടായിട്ടില്ല. പാട്ടും പാടി ഡാൻസും ഒക്കെ കളിച്ച് സുഖമായി എത്രയോ ദിവസം രാത്രിയും പകലും ഞാൻ അവിടെ ഒറ്റയ്ക്കിരുന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് എൻ്റെ ദേഹത്ത് മാത്രം കയറാതിരുന്നത്, ഉപദ്രവിക്കാത്തത്? എനിക്ക് എന്തുകൊണ്ട് പേടിയൊന്നും തോന്നിയില്ല? അതിനൊന്നും ഇപ്പോഴും ഉത്തരമില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, എനിക്ക് മാത്രമല്ല, ഒരുപക്ഷെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലർക്കും ഇങ്ങനെയുള്ള സമാനമായ അനുഭവങ്ങളോ മറ്റ് പല വിധത്തിലുള്ള അനുഭവങ്ങളോ ഉണ്ടായിട്ടുണ്ടാകും. തീർച്ചയാണ്. അങ്ങനെ നിങ്ങൾക്കും ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാണുന്ന ഈ മെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ അനുഭവം അയച്ചു തരിക. നിങ്ങളുടെ പേരെന്താണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങളുടെ സ്ഥലം, നിങ്ങൾക്കുണ്ടായ അനുഭവം, ഇവയെല്ലാം വിവരിച്ച് തന്നെ പറയുക. തീർച്ചയായും നമ്മുടെ ചാനലിലൂടെ
അത് ലോകം അറിയുന്നതാണ്. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.